ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ മാർ ഇവാനിയൂസ് കോളേജാണ് സ്ഥലം. അവിടെ ഒരു കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു വെടിക്കെട്ട് പ്രൊഫസർ. താൻ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളെക്കാളും ബൈബിളിനെ സ്നേഹിച്ച പ്രൊഫസർ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇംഗ്ലീഷ് സാഹിത്യ പുസ്തകങ്ങളിൽ നിന്ന് തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് വൈകിട്ട് ആവേശത്തോടെ വചനം കൈകളിലെടുത്ത് വചനം പ്രസംഗിക്കാൻ ഓടുന്ന ഒരു വൈദികനായിരുന്നു അത്. കേരളക്കരയെ എന്നല്ല, ലോകം മുഴുവനെ തന്നെ ദൈവവചനത്തിലേക്ക് അടുപ്പിച്ച ഡാനിയേലച്ചനായിരുന്നു ആ കോളേജ് പ്രൊഫസർ. ഡാനിയേലച്ചനും ദൈവവചനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ ഈ വാക്കുകൾ നമുക്ക് മറക്കാനാവില്ല. ആർക്കും കൊടുക്കരുത്, ആർക്കും കൊടുക്കാതെ എൻ്റെ ബൈബിള് എൻ്റെ നെഞ്ചത്ത് വെച്ച് എൻ്റെ പെട്ടി അടയ്ക്കണം. അച്ഛൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു സഞ്ജു സാംസൺ എന്ന ഇന്ത്യയുടെ അഭിമാനമായ ക്രിക്കറ്റർ. സഞ്ജുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളൊക്കെ പറയും, എങ്ങനെയാ ഇത്ര സിമ്പിളാവുന്നത്? ഈ കഴിഞ്ഞ ദിവസത്തെ സഞ്ജുവിൻ്റെ പ്രകടനം നമ്മളെല്ലാവരെയും ഒരു ബൈബിൾ വാക്യം ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു എന്ന വചനം അക്ഷരാർത്ഥത്തിൽ സഞ്ജു എന്ന ക്രിക്കറ്ററിൽ നിറവേറുന്നത് ലോകം മുഴുവൻ ആവേശത്തോടെ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസുമായുള്ള 2020 ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. 196 റൺസാണ് വിജയലക്ഷ്യം. ഓപ്പണറായി ഗ്രീസിലെത്തുന്ന സഞ്ജുവിന് സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പലരും അപ്രതീക്ഷിതമായി ഔട്ടാകുമ്പോഴും വളരെ ശാന്തമായി നിന്ന് 50 പന്തിൽ നിന്ന് 97 റൺസ് അടിച്ചുകൂട്ടുമ്പോഴും സഞ്ജു ശാന്തനായിരുന്നു. അന്ന് കളി കഴിഞ്ഞുള്ള സഞ്ജുവിൻ്റെ പ്രകടനവും തീർത്തും വ്യത്യസ്തമായിരുന്നു. അന്ന് സഞ്ജു കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ മറ്റൊരു അഭിമാനമായ ജമീമ പറഞ്ഞ വചനം നമ്മുടെയൊക്കെ മനസ്സിൽ തിങ്ങി നിന്നിട്ടുണ്ടാകും. പുറപ്പാടിൻ്റെ പുസ്തകം 14:14, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു. കളി കഴിഞ്ഞ് ഇന്ത്യയുടെ വിജയശില്പിയായി ക്രീസിൽ നിന്ന് മടങ്ങുമ്പോൾ സഞ്ജു സാധാരണ പോലെ മുഷ്ടി ചുരുട്ടിയല്ല ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആദ്യം ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ത്രിയേക ദൈവത്തെ സ്തുതിച്ച് സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ വിജയം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നുവെന്ന്. വിജയം നൽകുന്നത് കർത്താവാണ് എന്ന വചനം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജമീമയും സഞ്ജുവും. സഞ്ജുവും ജമീമയും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾ ഒറ്റയ്ക്ക് പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്ന സത്യത്തിന് അടിവരയിടുകയാണ് ഇവർ. വചനത്തിനു വേണ്ടി ജീവിതത്തെ കൈയാളിച്ച ഗുരുവിനും ശിഷ്യൻ വചനം ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളു നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.